ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ തിരികെ ബൈക്കിൻ്റെ അടുത്തേക്ക് ക്രോസ് ചെയ്യാൻ പോയ നേരത്താ വണ്ടി വന്നിടിച്ചത്. അതേ വണ്ടി തന്നെയാ ഞാൻ വ്യക്തമായി കണ്ടത്. പോയ വണ്ടി അപ്പൊ തന്നെ തിരികെ വന്നതുകൊണ്ടാ എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എടോ, താൻ എന്തിനാ അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ അത് ഓർത്തിരിപ്പാണല്ലോ. എടോ, ഈ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ മിക്കവരുടെ ജീവിതത്തിൽ ഉള്ളത് തന്നെയാ. അതോർത്തിനി വിഷമിച്ചിട്ട് എന്താ കാര്യം? വിഷമല്ല സച്ചേട്ടാ, സംശയം. സംശയം? എന്ത് സംശയം? ഇതൊരു സാധാരണ ആക്സിഡന്റ് ആണോ എന്നുള്ള സംശയം. രണ്ടാമത്തെ തവണയാ അനുപേട്ടനെ മനഃപൂർവ്വമായിട്ട് അപകടപ്പെടുത്താൻ നോക്കുന്നത്. രണ്ടും ഏകദേശം ഒരേപോലെ. അന്നത്തെ പോലെ തന്നെ ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന എന്തോ വലുത് വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എടോ, താൻ പറഞ്ഞു വരുന്നത്? അതെ, അവന്തിയെടുത്തെ കുറിച്ച് തന്നെയാ. അവന്തിയെടുത്ത് ഇന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ മുഖഭാവം നീ ശ്രദ്ധിച്ചതാ. അതുപോലെ തന്നെ ധനുഷിന്റെ. ഇരുവരുടെ മുഖത്ത് വിജയിച്ച ഭാവമായിരുന്നു. താൻ പറയുന്ന പോലൊക്കെ ആണെങ്കിലും എന്തിനെന്ന ചോദ്യമില്ല അവിടെ. എന്തിനാവോ അത്? മാലയുടെ കാര്യത്തിൽ വെറുതെ ഭയപ്പെടുത്താനാണെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി ഞാൻ 2 ദിവസം സമയം ധനുഷിന് കൊടുത്തില്ലേ? ആ 2 ദിവസം കൊണ്ട് ഇതൊക്കെ നടന്നത്. അതിന്റെ അർത്ഥം അജയന്റെ കേസിൽ നിന്നും നമ്മുടെയൊക്കെ ശ്രദ്ധ മാറ്റുക എന്നുള്ളത്. അവർക്കറിയാം അനുപേടിനെ നോവിച്ചാ ഞാൻ മറ്റെല്ലാം താൽക്കാലികമായിട്ടെങ്കിലും മറക്കുമെന്ന്. അതോടെ ധനുഷിന് ഇവിടെ തന്നെ കഴിയാമെന്ന്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആതിരയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലീഡിംഗ് ഉണ്ടായത് വെറുതെ അല്ല. അതിനു പിന്നിലും മറ്റെന്തോ ഉണ്ട്. ഇതിവിടെ തീരുന്നൊന്നല്ല സച്ചേട്ടാ. ഇത് വിധിയെന്നോർത്ത് നമ്മൾ സമാധാനിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത അപകടം ഉണ്ടാവും. അത് ഞാനോ സച്ചേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ എല്ലാവരും അപകടപ്പെടുത്തി എത്രയും വേഗം ഈ വിവാഹം നടത്തിയെടുക്കാൻ പോലും ആയിരിക്കും അവരുടെ ശ്രമം. അതെങ്ങനെ നടക്കും? ഇനിയും ഒരാഴ്ചക്ക് പുറത്തില്ലേ മുഹൂർത്തം കുറിച്ചെന്ന ഡേറ്റിന്? വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കല്ലേ സച്ചേട്ടാ പൊരുത്തവും മുഹൂർത്തവും ഒക്കെ. ജോത്സ്യന്മാർ അവരുടെ കൂടെയുള്ളപ്പോ അതിനാണോ പ്രയാസം? അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം. അടുത്ത അവരുടെ ലക്ഷ്യം ആരാണെന്ന് അറിയില്ലല്ലോ. എനിക്കെന്തോ പേടി തോന്നി തുടങ്ങി സച്ചേട്ടാ.